ആരാധ്യനാം യേശുവേ, ത്യാഗം അർപ്പിച്ചെന്നും സ്തുതിച്ചിടും ഞാൻ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടും ഞാൻ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ. ആമേൻ. യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 2024 വർഷം സെപ്റ്റംബർ മാസം 20 വെള്ളിയാഴ്ചയുടെ ഈ പകൽ സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പകലും കൂടി കർത്താവ് നമുക്ക് ദാനമായി നൽകിയല്ലോ. വീഴാതവണ്ണം നമ്മളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദോടെ നിർത്തുവാൻ കഴിവും ശക്തിയും ബലമുള്ള കർത്താവ് നമ്മൾ ഉള്ളം കയ്യിൽ വഹിച്ച് ഈ 9-ാം മാസത്തിന് 20-ാം ദിവസം വരെ കർത്താവ് നമ്മുടെ ഈ മരുഭൂമി യാത്രയിൽ ജീവനും ഭക്തിയും വേണ്ടതെല്ലാം നൽകിക്കൊണ്ട് നമ്മളെ അത്ഭുതമായി നടത്തിയ അവൻ്റെ മഹാസ്നേഹത്തെ ഓർത്ത്, നിത്യസ്നേഹത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നത്, സ്തോത്രം ചെയ്യുന്നു. കാരണം എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തു നമ്മളെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രത്യേകമായി വചനം പറയുമ്പോൾ ഒരുക്കമുള്ള ജനത്തിന് വേണ്ടി, ഒരുക്കമുള്ള ജനത്തെ ഒരുക്കുവാൻ വേണ്ടി ഒരു ശുശ്രൂഷ, അത് യോഹന്നാനെ കുറിച്ച് പറയുന്ന പോലെ അങ്ങനെ ഒരുക്കമുള്ള ജനത്തെ ഒരുക്കുവാൻ ഈ ദൈവസഭയിൽ ആയിരിക്കും, ഗിൽഗാൽ ദൈവസഭയിൽ ആയിരിക്കും ദൈവമക്കളെയും ദൈവസഭയെ നയിക്കുവാൻ അതേ സ്വതം ഹല്ലേലൂയ സ്വത്രം സഭ ഇടയനായി കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ആ ശുശ്രൂഷ കർത്താവ് ദാസൻ ബിനോച്ചരിയും പാസ്റ്ററെ ഓർത്തും തന്റെ കുടുംബത്തെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അത് അതേ നന്നായി ചെയ്യുവാൻ ഇന്നിയോളം കർത്താൻ ആത്മാവ് അവരെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന ദൈവിക ആലോചന പ്രകാരം തുടർന്ന നാളുകൾ കർത്താവിനെ സമയം വരെ ദൈവസഭ അവരോട് ചേർന്ന് നിന്ന് ആത്മീയ യുദ്ധം ചെയ്യുവാൻ കർത്താവ് നിങ്ങളെല്ലാം സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. സ്തോത്രം. 3-ാമത്തെ തവണയാണ് ഈ ദൈവസഭയിൽ വരുന്നത്. സ്തോത്രം. 1-ാമത് എനിക്ക് ഏപ്രിൽ മാസത്തിലെ മാസയോഗത്തിൽ അന്ന് ചാക്കോച്ചി പാസ്റ്ററുടെ സമയത്താണ് മാസയോഗത്തിന് വരുന്നത്. പിന്നെ 2-ാമത് ഡിസ്ട്രിക്റ്റിലെ പുതിയ ഈ വർഷത്തെ പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഉപവാസ പ്രാർത്ഥനയോടെയാണല്ലോ. അത് ഇവിടെ വെച്ച് നടത്തുവാൻ ഇടവന്ന് അന്നും ഞങ്ങൾക്ക് വരുവാൻ കർത്താവ് വന്ന് 2 മീറ്റിങ്ങിലും കുടുംബമായിട്ടാണ് ഞങ്ങൾ വന്നത്. എന്ന് ഈ 3-ാമത്തെ തവണ ദൈവാത്മാവിൻ്റെ നിയോഗത്താലാണ് ഞാൻ വന്നത്. ചില ആഴ്ചകളായി വരണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും വരാൻ സാധിച്ചില്ല. സ്തോത്രം. എന്നാൽ ഇന്ന് പകൽ വരുവാൻ കർത്താവ് നൽകിയ സാവകാശനായി സ്തോത്രം ചെയ്യുന്ന അതേ ദൈവസന്നിധിയിൽ അതേ അല്പസമയം സൂക്ഷിപ്പാൻ ദേവദാസൻ നൽകിയ സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അന്ന് വന്നപ്പോൾ കണ്ണൂരിൽ ചില വർഷങ്ങൾ താനുണ്ടായി, അവർക്ക് അവിടെ പ്രവർത്തിപ്പാൻ കർത്താവ് സഹായിച്ചത് എന്ന് കേട്ടപ്പോൾ വളരെ സന്തോഷമുണ്ടായി. എൻ്റെ അമ്മനാട് കോഴിക്കോടാണ്, ഞാൻ കോഴിക്കോടാണ് ജനിച്ചത്. അതുകൊണ്ട് വടക്കൻ കേരളത്തിൽ പ്രവർത്തിച്ച അതിനോർത്ത് ആത്മഭാരത്തോടെ വെറുതെ ഒരു ഒഴുക്കമട്ടിലല്ല, ആത്മഭാരത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവസഭകൾക്കായി ദൈവദാസന്മാരെ ഓർത്ത് എനിക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട്. സ്തോത്രം. ഞങ്ങൾക്കും കോഴിക്കോട് ഒരു വർഷം നിന്നുകൊണ്ടും അതുപോലെ കണ്ണൂർ ഒരു 6 മാസം നിന്നുകൊണ്ട് പ്രവർത്തിപ്പാൻ കർത്താവ് സാവകാശം ഒരുക്കിയതോ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കണ്ണൂരിൽ ഞങ്ങളന്ന് പരിയാരം ദൈവസഭയുടെ ഒരു പ്രവർത്തനം, അവിടെ ബൈബിൾ സ്കൂള് പേര് ഞാൻ മറന്നുപോയി എങ്കിലും, കാരണം അത് അന്ന് ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. എങ്കിലും സ്തോത്രം അവിടെ പോയി ഒരു ഞായറാഴ്ച ആരാധന കൂടുവാനും സ്തോത്രം പിന്നീട് അവിടെ വന്ന ഒരു ദേവദാസനായിട്ട് പരിചയപ്പെടുവാനും ചില ആഴ്ചകൾ അവിടെ പ്രവർത്തിപ്പാനൊക്കെ കർത്താവ് സഹായിച്ച് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഇവിടെ അത് ദേവദാസനെയും ദൈവസഭയും മാത്രമല്ല ഡിസ്ട്രിക്റ്റിനെ പ്രവർത്തനങ്ങൾക്കും സ്വന്തം നേതൃത്വം നൽകുവാൻ ദൈവാത്മാവ് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഏറ്റവും ഭംഗിയായി നന്നായി ചെയ്യുവാൻ, അത് ദൈവസഭകൾക്ക് ഒരുപോലെ അനുഗ്രഹവും വിടുതലായി തീരുവാൻ ഏകദേശം 13 സഭകളുണ്ടെന്ന് എൻ്റെ ഓർമ്മ. ആ 13 സഭകൾക്ക് ഒരുപോലെ സഭയും പ്രവർത്തനങ്ങളുണ്ട്, ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുകയും ആശിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരു വാക്യം വേഗത്തിൽ വായിച്ച് ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 4-ാം വാക്യം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 4-ാം വാക്യം. എനിക്ക് തൊട്ട് മുമ്പ് കർത്തദാസൻ ശുശ്രൂഷിച്ച അത് തൻ്റെ സാക്ഷ്യത്തിനായി ശുശ്രൂഷക്കായി ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുന്ന കുടുംബമായി കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. അതിനോട് ചേർന്ന് തന്നെ ഒരു ഭാഗമാണ് ഭയപ്പെടില്ല, പക്ഷേ ഭയപ്പെടാതിരിക്കാൻ ഒരു കാരണം കൂടി അല്ലെങ്കിൽ ചില
രണ്ട് കാര്യങ്ങൾ കർത്താവ് ദൈവത്തിൻ്റെ ആത്മാവിടെ ഓർപ്പിക്കുന്നുണ്ട്. യഹൂദയുടെ രാജാവായ ആഹാസിനോട് താൻ ക്ഷീണിച്ചപ്പോൾ, താൻ ഭാരപ്പെട്ടപ്പോൾ, ഭയപ്പെട്ടപ്പോൾ, തൻ്റെ അതേ ഹൃദയം ഉറഞ്ഞപ്പോൾ, പ്രൈസ് ദി ലോർഡ്, അതേ പ്രവാചകനെ അയച്ച് നാം ക്ഷീണിച്ചിരിക്കുമ്പോൾ, നാം അധൈര്യപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി കർത്താവ് അതേ സ്വന്തം തൻ്റെ ആത്മാവിനെ അയക്കുന്നു, തൻ്റെ വചനം അയക്കുന്നു. മാത്രമല്ല ദൈവദാസന്മാരെ അയച്ച് നമ്മളെ ബലപ്പെടുത്തുന്നു. സ്വോത്രം. ദൈവസഭയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവസഭയുടെ പ്രാർത്ഥന, ദൈവസഭയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ദൈവിക ആലോചനകൾ നമുക്ക് ബലമായി തീർന്നോട്ടം ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ പ്രവാചകൻ യശയ്യാപ്രവാചകൻ 4-ാം വാക്യത്തിൽ രാജാവിനോട് അല്ലെങ്കിൽ ദൈവജനത്തോട് ദൂത് പറയാണ്, സൂക്ഷിച്ചു കൊള്ളുക, സാവധാനമായിരിക്കുക, പുകയുന്ന ഈ 2 മൂറിക്കൊള്ളി നിമിത്തം നീ അരാമിൻ്റെയും രസീൻ്റെയും ഉഗ്രകോപം നിമിത്തം നീ ഭയപ്പെടരുത്, നിന്റെ ധൈര്യം ക്ഷയിച്ചു പോകരുത്. 2 കാര്യം സംഭവിക്കും. അതേ ഭയപ്പാട് വരും, ധൈര്യം ക്ഷയിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. അത് എല്ലാ മനുഷ്യർക്കും ആദാം മുതൽ ഇങ്ങോട്ട് വരെ ഇന്ന് വരെയുള്ള ജീവിച്ച് മരിച്ച സകലർക്കും ഇംഗ്ലീഷാണല്ലേ, പ്രൈസ് ദി ലോർഡ്, അവർക്ക് എല്ലാവർക്കും അതേ ഭയം വന്നിട്ടുണ്ട്. പൗലോസ് ആകട്ടെ 3-ാം സ്വർഗത്തോളം ഇറക്കപ്പെട്ട പൗലോസും അതേ ഭയം വന്നു. അത് വേറെ രീതിയിലാണെന്നുള്ളൂ. സ്തോത്രം. ഭയമുണ്ട്, അതേ ധൈര്യം ക്ഷയിച്ചു പോകും. പക്ഷേ ദൈവാത്മാവോട് ഓർപ്പിക്കുന്ന 2 കാര്യം ചെയ്താൽ ഹല്ലേലൂയ, അതേ ഈ ധൈര്യത്തെയും ഈ സ്തോത്രം ആ ധൈര്യത്തെയും നമുക്ക് അല്ലെങ്കിൽ ഭാരത്തെയും നമുക്ക് ജയിക്കാൻ സാധിക്കും. അതാ പറയുന്നത്, അതേ സൂക്ഷിച്ചു കൊള്ളുവാൻ. 2ാമത് സാവധാനമായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. സൂക്ഷിച്ചു കൊള്ളുവാൻ യേശുക്രിസ്തു താൻ തന്നെ പറഞ്ഞു. ഹല്ലേലൂയ. ഏകദേശം 5-6 കാര്യങ്ങൾ, ബൈബിളിൽ 100ഓളം കാര്യങ്ങളുണ്ട് സൂക്ഷിക്കാൻ വേണ്ടി. പക്ഷേ യേശു താൻ തന്നെ പറഞ്ഞ 1-2 കാര്യങ്ങൾ വേഗത്തിന് ഓർപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ആദ്യമായി പറഞ്ഞ കാര്യം മത്തായിയുടെ സുവിശേഷം എടുക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ അത് പറയാണ്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിപ്പാൻ. യേശു ആദ്യത്തെ പറഞ്ഞ പ്രവചനം കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കാൻ വേണ്ടിയാണ്. അന്നും ഇന്നും പഴയ നിയമത്തിലും അവർ അന്നും വരസി ഇന്നും വരച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്ന് കൂടിക്കൊണ്ടിരിക്കുക. അത് ദൈവസഭകൾക്കും വേണ്ടുവരെ മനസ്സിലാകുന്നില്ല. അതാ ഏറ്റവും വലിയ ദുഃഖം. കാരണം എന്താണ്? നാം ദൈവസ്ഥലിൽ ഇന്ന് വിവേചനം വരം ചോദിക്കാത്തതുകൊണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാളെ ഒറ്റ അടിക്കൊണ്ട് നമുക്ക് വിവേചിക്കാൻ പറ്റില്ലായിരിക്കും, ദൈവാത്മാവ് ചെയ്യില്ല. പക്ഷെ ചിലരൊക്കെ നമ്മൾ അനുഭവിക്കാൻ കൂടിയാണ് കർത്താവ് ചെയ്യിക്കുന്നത്. കള്ളന്മാരെ അയക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കുറവൊന്ന് തീർക്കാൻ വേണ്ടി, അവരെ കുറ്റം പറയാൻ വേണ്ടിയല്ല, എൻ്റെ കുറവ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കുക. 2ാമത് പറയുന്നത് മനുഷ്യരെ സൂക്ഷിക്കുക. അവർ അവരുടെ പള്ളികളിൽ നിന്ന്, നിങ്ങളുടെ പള്ളിയിൽ നിന്ന് നിങ്ങൾ എവിടെ കൂടിയോ അവിടെ നിന്ന് നിങ്ങൾ വലിച്ച് എഴിച്ചുകൊണ്ട് നിങ്ങളെ അതേ ന്യായാധിപന്മാരെ മുമ്പാകെ കൊണ്ടുപോയി നിങ്ങളെ അടിക്കും. അത് റോമാ കത്തോലിക്കയെ സംഭവിച്ചു. സീസയിലെ മർത്തോബിന് അത്ര അധികം ഇല്ല. സ്തോത്രം. പെന്തക്കോസ്തിൽ തുടങ്ങി, അത് വാക്കാലുള്ള പോരൊക്കെ നമുക്കുണ്ട്. സ്തോത്രം. പക്ഷേ ശാരീരിക ഉപദ്രവം കുറച്ചാണെങ്കിൽ തുടങ്ങും. കർത്താവിൻ്റെ വരവ് താമസിച്ച. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 3ാമത് കർത്താവ് പറയാണ്, അതേ സദുക്യരുടെയും ഹല്ലേലൂയ അവരുടെ ആ പുളിപ്പില്ലാത്ത അപ്പം, അതെന്താണ്? അവരുടെ ദുരുപദേശം. അവിടെയുണ്ട് ദുരുപദേശം. അവരുടെ ദുരുപദേശം നിങ്ങൾ സൂക്ഷിക്കണം. 18-ാം വാക്യം അവിടെ പറയുന്നത്, കർത്താവ് പറയാണ് ഹല്ലേലൂയ, അതേ ഈ ചെറിയവരിൽ പ്രൈസ് ദി ലോർഡ് ആരെയും നിങ്ങൾ തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിക്കണം. ഏത് ചെറിയവരിൽ? ഈ കുഞ്ഞുങ്ങളെ കുറിച്ച്. കുഞ്ഞുങ്ങൾ പലപ്പോഴും നമുക്ക് പല കാര്യം പറയാറുണ്ട്. സ്തോത്രം. അവരെ മാറ്റി നിർത്തുന്ന അനുഭവം നമുക്ക് ഇന്നുമുണ്ട്. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞാലും കർത്താവ് പറയാണ്, ഈ ചെറിയവരിൽ ഒരുത്തനെങ്കിലും അതേ തുച്ഛീകരിക്കാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം. മാത്രമല്ല അവരെ മനസ്സുള്ളവർ എന്നാൽ ആത്മീയത്തിൽ അതേ ഇന്നലെ അല്ലെങ്കിൽ 1 വർഷം മുമ്പേ 10 വർഷം മുമ്പേ ആത്മീയത്തിൽ ചെറുതായവർ, കുഞ്ഞുങ്ങളുടെ മനോഭാവം ഉള്ള ജീവിതങ്ങളെയും ചിലപ്പോൾ ദേവദാസന്മാർ പോലും ആയിരിക്കും. പക്ഷേ അവരെ അതുപോലെ കരുതി അവരെ സ്നേഹിപ്പാനും അവരെ ഒന്ന് ഉൾക്കൊള്ളുവാനും അവരൊന്ന് ബലപ്പെടുത്തുവാൻ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നു. സ്തോത്രം. കർത്താവ് പറയുകയാണ്, സൂക്ഷിച്ചു കൊള്ളുക. സൂക്ഷിച്ചാൽ അല്ലെങ്കിൽ 2ാമത്തെ വിഷയം സാവധാനമായിരിക്കുക. ആ സാവധാനത എവിടുന്നാണ് ലഭിക്കുന്നത്? യേശുവിൽ ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും. സ്തോത്രം. ലോകം തരാത്ത അപ്പം ലോകത്തിലുള്ള സമാധാനം ഉണ്ട്, നിശ്ചയമുണ്ട്. അത് അല്പസമയം TV കാണുമ്പോൾ, കാർട്ടൂൺ കാണുമ്പോൾ, സ്തോത്രം, സ്പോർട്സ് കാണുമ്പോൾ ഒക്കെ സ്വന്തം സമാധാനം ലഭിക്കും, സന്തോഷം ലഭിക്കും. പക്ഷെ കർത്താവ് പറയണം, ആ സന്തോഷം അല്പം നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. ആൻറ്റിമാർക്കാണെങ്കിൽ അല്ലെങ്കിൽ സഹോദരിമാർക്കാണെങ്കിൽ പാചകം ചെയ്യാൻ ചിലരൊക്കെ നല്ലോണം പാചകം ചെയ്യും.
അവർക്ക് പാചകം ഇഷ്ടംപോലെ പാചകം ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമാണ്. സ്തോത്രം. വീട്ടിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും എല്ലാം പാചകം ചെയ്ത് കൊടുക്കാൻ. എൻ്റെ അമ്മൂമ്മ അങ്ങനെയായിരുന്നു, CSIയിലായിരുന്നു. സ്തോത്രം. അപ്പോൾ അമ്മൂമ്മ പള്ളിയിലെ എല്ലാവർക്കും വേണ്ടി 300 ആൾക്കാർ കുറഞ്ഞത് വരുമായിരുന്നു. സ്തോത്രം. അവർക്കെല്ലാം വെച്ച് കൊടുക്കാൻ പുള്ളിക്കാർക്ക് താല്പര്യമാണ്. അപ്പോൾ എവിടെ പ്രാർത്ഥിക്കാൻ CSIയിലാണെന്ന് ഒരു ഉദാഹരണം പറയുന്നുള്ളൂ. അപ്പം നമ്മുടെ വിശ്വാസം വരുമ്പോൾ ഇതിനു വേണ്ടി സമയം കളയുമെന്ന പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടു പോകും. വചനധ്യാനം നഷ്ടപ്പെട്ടു പോകും. ഇടിവിൽ നിന്ന് സ്തോത്രം ദൈവാത്മാ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഓർത്ത്, കർത്താവേ സ്തോത്രം വരേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ ഭാര്യ AG-യിലാണ് പോയത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഉപവാസപ്രാർത്ഥന നടക്കാം. അപ്പോൾ അവിടെ പോകാൻ ഈ ആഴ്ച കൂടെ പോട്ടെ, അടുത്ത ആഴ്ച പോകാമെന്ന് പറഞ്ഞപ്പോൾ ദൈവാത്മാ ഒരു നിയോഗം തന്നു. സ്തോത്രം. വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വചനം പറയാനുള്ള സമയം കിട്ടുമെന്നും ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഉപവാസപ്രാർത്ഥന ചിലപ്പോൾ ഗസ്റ്റ് പാസ്റ്റർ ഉണ്ടാവും. ഒരു ദൂത് കേട്ടിട്ട് പോകാമെന്നും കൂടി ഞാൻ വിചാരിച്ച. സ്തോത്രം. ചെറിയൊരു ദൂത് കേട്ടെങ്കിലും ഇപ്പോൾ കർത്താവ് ഓർപ്പിച്ച കാര്യം, നിങ്ങളുടെ തൊട്ടടുത്തില്ല പാസ്റ്റർ ഒത്തിരി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണ്. അന്ന് ആദ്യത്തെ തവണ വന്നപ്പോൾ മനസ്സിലായത്. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച ഭാഗ്യത്തിനായി സ്തോത്രം. നിങ്ങളതുപോലെ പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ, ആത്മാവിൽ പോരാടുന്നതായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ വലിയൊരു സ്ഥാപനം ഉണ്ട് സ്തോത്രം. ഏതാ? കോളേജ്. അവിടെയുള്ള കർത്താവ് വ്യക്തമായി സ്റ്റാഫിന് വേണ്ടി അവിടെ വൃത്തിയാക്കുന്ന ചൂല് വെച്ച് തൂത്ത് തുടയ്ക്കുന്ന ആൾക്കാർക്ക് ഉൾപ്പെടെ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ, അങ്ങനെയുള്ളവരെ നിങ്ങൾ നേടുവാൻ. സ്തോത്രം. പ്രൊഫസർമാരൊക്കെ വലിയ ആൾക്കാർ, അവർ ഇഷ്ടംപോലെ പൈസ ഉള്ള ആളാണ്. പക്ഷേ പാവപ്പെട്ട അവരും വേണം, സഭയിൽ അവരും വേണം. അവർ ആ ജോലി സ്ഥാപനത്തിൽ അവർ ഒന്നിച്ച് ജോലി ചെയ്യുന്നെങ്കിൽ, അതായത് ദൈവസഭയിലും പണം ഉള്ളവരും വേണം, ഇല്ലാത്തവരും വേണം. സ്തോത്രം. അതുപോലെ ഓരോ സെക്യൂരിറ്റി ഗാർഡ്, അവരുടെ കുടുംബം, അയാൾ ഒറ്റയ്ക്കല്ല, കുടുംബമായിട്ട് ദൈവസഭയിൽ വരാം. തൊട്ടടുത്തുള്ള സ്ഥാപനം, വേറെ എവിടെയും പോകണ്ട. ഈ സ്ഥാപനത്തിൽ, ഈ കോളേജിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ച അവിടെ വരുന്ന കുഞ്ഞുങ്ങൾ, ഹോസ്റ്റലിൽ താമസിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇവിടെ വന്നും പോകുന്നുള്ള കുഞ്ഞുങ്ങൾ ഡെയിലി സ്കോളേഴ്സ് ഉണ്ട്. പക്ഷെ അല്ലാതെ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട്. ചിലപ്പോൾ ആ 2 വർഷത്തെ 3 വർഷത്തേക്ക് അത് ഞായറാഴ്ചകൾ വെള്ളിയാഴ്ച ഓടി വന്ന് ഒന്ന് അഭയം തേടുവാൻ, ഓടി വന്ന് പ്രാർത്ഥനാ വിഷയം ദൈവദാസനോട് പറയുവാൻ, നിങ്ങളോട് പറയുവാൻ. പ്രൈസ് ലോർഡ്. ദൈവാത്മാവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ആ ഒരൊറ്റ വിഷയത്തിന് വേണ്ടിയാണ് കർത്താവ് ഇന്ന് പകൽ എന്നെ അയച്ചത്. ബാക്കിയുള്ള കാര്യം അത് സ്വന്തം ദൈവാത്മാവ് ഓർപ്പിച്ചത്. അതേ നീ ഭാരപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട. 7-ാം വാക്യം പറയുന്നത് അത് സാധിക്കുകയില്ല. ഒരു രാജാവിന് എതിരായി സ്വന്തം സഹോദരൻ, അത് യഹൂദ രാജാവിന് എതിരായി അത് ഇസ്രായേൽ രാജാവ് അത് കൂട്ടുപിടിച്ച് യുദ്ധത്തിന് വേണ്ടി വരിക. പക്ഷെ ജയിച്ചില്ല. വചനം പറയുന്നു അവർ ജയിച്ചില്ല. ആരൊക്കെ കൂട്ടുപിടിച്ച് ദൈവസഭയ്ക്കെതിരായി, കർത്താവിന് വേണ്ടി, വചനത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവജനത്തിന് വേണ്ടി അതേ ആരൊക്കെ എതിരായി വന്നാലും കർത്താവ് പറയണം. അല്ലെ 7-ാം വാക്യം ഒന്ന് വായിക്കാം. അവിടെ പറയാൻ ഇത് സാധിക്കുകയില്ല, അത് നടക്കുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. അത് നടക്കുകയില്ല, സാധിക്കുകയുമില്ല. പിശാചിന്റെ തന്ത്രമുണ്ട്, അവന്റെ പ്രവൃത്തിയുണ്ട്, അവന്റെ ആഗ്രഹമുണ്ട്, അവന്റെ ആലോചനയുണ്ട്. പക്ഷെ ദൈവം പറയുന്നു, അവൻ എന്തൊക്കെ പദ്ധതി ഇട്ടാലും എന്തൊക്കെ പ്രവർത്തിച്ചാലും അത് നശിപ്പിക്കുവാൻ നമുക്ക് ആരോ പ്രാർത്ഥിച്ചപ്പോൾ കേട്ടതാ. സ്തോത്രം. ക്ഷമിക്കണം എന്നും പറഞ്ഞാൽ അതിനെ ഞാൻ പിടിക്കുകയല്ല. എങ്കിലും നമ്മുടെ എല്ലാ സഭകളും, ലോകത്തിലെ ഏത് സഭ, ചർച്ചക്കോണി ഏത് സഭയിൽ പോയാലും, IPC ഏത് പെന്തക്കോസ്ത് സഭയിൽ പോയാലും വിഘടിക്കുന്ന അനുഭവങ്ങളുണ്ട്. വേണ്ട. സ്തോത്രം. കർത്താവിനോട് 12 പേർ നടത്തിയതിൽ ഒരുത്തൻ കള്ളനായിരുന്നല്ലോ. അപ്പോൾ പിന്നെ അതിന് റേഷ്യോ കൂട്ടിയാൽ മതി. സ്തോത്രം. അതിൻ്റെ റേഷ്യോ 12-ന് 1, അപ്പോൾ 24-ന് 2, 36-ന് അങ്ങനെ പോകും. സ്തോത്രം. അപ്പം അത് ഓർത്ത് അത് ഈ കർത്താവ് വെച്ചിരിക്കുക എന്തിനു വേണ്ടി? ആ മുള്ള്, ആ പിന്മാറ്റക്കാരൻ നിമിത്തം, ആ വിഘടവാദി നിമിത്തം ഞാൻ നന്നാകാൻ, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ. അതിന് വചനമുണ്ട്. സ്തോത്രം. അപ്പോൾ പറയണല്ലേ, നിങ്ങൾ സൂക്ഷിച്ചാൽ സമാധാനദായകൻ. അത് എവിടെയാണ് കർത്താവ് പറഞ്ഞത്? അതേ ക്രൂശിന്മേൽ ഇരുന്നുകൊണ്ട്, അല്ലെ അവിടെയും കർത്താവ് വേദന അനുഭവിച്ചു, നിന്ന അനുഭവിച്ചു, പരിഹാസം അനുഭവിച്ചു. അത് കൂടുതൽ 2 കള്ളന്മാർ പറയാണ്, നീ യഥാർത്ഥമായ ദൈവമാണെങ്കിൽ നീ ഇറങ്ങി പോവാൻ, നിന്നെ വിടുവിക്കി, ഞങ്ങളെ വിടുവിക്കി. പക്ഷെ ഒരുത്തൻ അല്പസമയം കഴിയുമ്പോൾ പറഞ്ഞു, എന്നെ ഓർക്കണമേ. അവിടെ ആ കർത്താവിൻ്റെ അത് വാഗ്ദാനം, അത് അവനോട് പറഞ്ഞു, നീ നാളെയല്ല ഇന്ന് നീ എന്നോട് കൂടെ പരദേശയിൽ. ആ സമാധാനം. എത്രയൊക്കെ വേദന, അതേ ക്യാൻസർ ആണെങ്കിലും, ജീവിതത്തിലെ കുഷ്ഠം പോലെയുള്ള അനുഭവം ആണെങ്കിലും, ക്യാൻസർ പോലത്തെ രോഗം വന്നാലും, നമ്മളെ ആരെങ്കിലും കുത്തി തുളയ്ക്കുന്ന വാക്കുകൾ പറഞ്ഞ് മുറിവേറ്റ അനുഭവം ആണെങ്കിലും, അത് ദൈവദാസന്മാരെ സ്തോത്രം, ഹല്ലേലൂയ, ദൈവമക്കളെ, കർത്താവ് പറയാണ്, എൻ്റെ സമാധാനം, ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും. പ്രൈസ് ലോർഡ്. അങ്ങനെ ചെയ്യുമ്പോൾ 2 കാര്യം, അതേ അവൻ്റെ സമാധാനം പ്രാപിച്ച് അവനെ വചനം പ്രമാണത്തിന് വേണ്ടി നിന്നാൽ, വാഗ്ദത്തമല്ല. സ്തോത്രം. ഇന്ന് വന്ന് നമുക്ക് എല്ലാവർക്കും വാഗ്ദത്തം കേൾക്കാനും അതിൽ ആശ്രയിക്കാൻ വേണ്ടി അല്ല. കർത്താവ് ചോദിക്കാൻ പോകുന്ന, ഞാൻ തന്ന വാഗ്ദത്തം നീ നിറവേറ്റിയോന്നല്ല. ആണോ? അല്ല. വാഗ്ദത്തം നിറവേറ്റുന്ന ആരാ? ദൈവമാ. പ്രമാണം നമുക്ക് തന്നുണ്ട്. ആദ്യം മുതൽ ആദാമിനെ പോലെ നീ കാവൽ ചെയ്യണം എന്നാ. പക്ഷെ കള്ളനൊന്നും കാര്യം പറഞ്ഞില്ല. അത് വലിയ അത്ഭുതം അല്ലേ?
സൃഷ്ടിച്ചിട്ട് സ്വതന്ത്രം അവനോട് കാവൽ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ കള്ളനുള്ള കാര്യം അതിനെ മനസ്സിലാക്കണല്ലോ. കള്ളൻ ഉള്ളതുകൊണ്ടാണ് കാവൽ ചെയ്യാൻ പറയുന്നത്. സ്വതന്ത്രം നമ്മൾ കാവൽ ചെയ്യാത്തതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ പലരും നുഴഞ്ഞ് വരുന്നത്. നമ്മുടെ ഇടയിൽ നിന്ന് പലരും അടിച്ചു മാറ്റാൻ കാരണം എന്താ? നാം കാവൽക്കാരുടെ ആ വേല, ആ ശുശ്രൂഷ വേണ്ടോളം ചെയ്യാത്തതുകൊണ്ട്. സ്തോത്രം. അപ്പൊ വചനം പറയാൻ സൂക്ഷിച്ചാൽ, അതേ സാധാരണമായി ഇരുന്നാൽ നിനക്ക് നീ ഭയപ്പെടില്ല, മാത്രമല്ല നിന്റെ ധൈര്യം ക്ഷയിച്ചു പോവുകയുമില്ല. ഞാൻ ആ സമയങ്ങളെല്ലാം വന്ന് നിന്നെ താങ്ങും. കർത്താവെ, ധൈര്യം ക്ഷയിച്ചു പോകുമ്പോൾ എന്നെ ഓർക്കണമെന്ന് ദാവീദ് രാജാവ് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഒരു യോദ്ധാവായിരുന്നു രാജാവ്. പക്ഷെ രാജാക്കന്മാരാണെങ്കിലും നമ്മളെ എന്താക്കി വെച്ചു? അതേ ഞാൻ പുതിയ നിയമത്തിൽ രാജകീയ പുരോഹിത വർഗമാണ്. നമുക്ക് എന്നും നിരന്തരമായ യുദ്ധമാണ്. പക്ഷെ യുദ്ധം ജയിച്ച രാജാവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് ഈ വചനം കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. അത് അധൈര്യപ്പെട്ട് പോകാതെ അവൻ്റെ പ്രമാണം സൂക്ഷിപ്പാൻ, അതേ സാവധാനമായിരിക്കാൻ. പ്രമാണം സൂക്ഷിക്കുമ്പോൾ താനേ ആ സമാധാനം വരും. ഈ രണ്ട് കാര്യം ഉള്ളപ്പോൾ എന്ത് വരും? ഭാരം മാറും, പേടി മാറും. രണ്ടാമത് സ്വതം ക്ഷയിച്ചു പോകുന്ന, അത് ധൈര്യം ക്ഷയിച്ചു പോകുന്ന അനുഭവത്തിൽ ഈ വചനം നമ്മളെ ധൈര്യപ്പെടുത്തും. ഒരു പ്രവാചകൻ മാത്രം വന്ന് ധൈര്യപ്പെടുത്തുന്നില്ല. നാം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, ഓട്ടോയിൽ ഇരിക്കുമ്പോൾ, അല്ല വീട്ടിൽ മീൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന പൗലോസ് പറയാണ്, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാൻ ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. സ്കൂളിൽ പോകുമ്പോൾ, സ്കൂളിൽ വരുമ്പോൾ, സ്കൂളിൽ വെച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ, കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം എന്ത് ചെയ്യണം? സ്തോത്രം പറയണം, പ്രാർത്ഥിക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ, അത് ദൈവസഭയെ അതേ വലിയൊരു പുതുക്കത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന പുതുക്കത്തിലേക്ക് നയിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതുകൊണ്ട് സമയം നമുക്ക് ദേവദാസനോടും ഇവിടെ നന്ദി അറിയിക്കുന്നു. സ്തോത്രം. ദൈവത്തോട് വെളിപ്പെടുക. അധികാരമുണ്ട്. മാറ്റുവാൻ കഴിയാത്ത ഒരു ലോകവുമില്ല. നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ, നേരത്തെ കർത്താവിന്റെ അധികാരം കഴിഞ്ഞ ശിശുന്മാർ സകല അധികാരം ശിശുന്മാർ അധികാരത്തിലുള്ളതാണ് രോഗികളെ സൗഖ്യമാക്കുക. തീർച്ചയായും യേശുവിനെ യേശുവിനെ അക്കരെ യേശു ഇക്കരെ വരുന്ന സമയം വരെയും യേശുവിന് വേണ്ടി കാത്തിരുന്നു. അതേ ഒറ്റ കാര്യം ആവശ്യപ്പെട്ടു, എന്റെ കുഞ്ഞുമകൾ സുഖമില്ലാതെ എന്റെ കുഞ്ഞുമകളുടെ നിന്റെ കൈവെക്കണം. നമ്മൾ നിന്റെ കൈവെക്കണം. സൗഖ്യം പള്ളിപ്രമാണം പരസ്യമായി യേശുവിനെ സ്വീകരിച്ച് അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സമൂഹം അവനെ അനുവദിക്കുന്നില്ല. പക്ഷേ തന്റെ കുഞ്ഞു മകളുടെ സൗഖ്യത്തിന് വേണ്ടി അദ്ദേഹം വിസ്മരിച്ചു. ഈ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട്, കഴിഞ്ഞ കുറെ നാളുകളായി, കുറെ അടുത്തുള്ള സമയങ്ങളിൽ ഈ വിദേശത്തിലെ കുറെ പേർ രഹസ്യ പരസ്യമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പം ഞാൻ സാധാരണ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എങ്ങനെ ആ ഒരു സവാലോടൊപ്പം ആഹ്വാനം ചെയ്തതാണ്. എന്നെ ദൈവം പഠിപ്പിച്ചിരിക്കുന്നത് അവർക്ക് വിടുതലുണ്ടാകും, അവർക്കൊരു അനുഭവം ഉണ്ടാകും, അവർക്കൊരു അനുഭവം ഉണ്ടാകും. അപ്പം ഭർത്താവിനെ സമൂഹത്തിൽ ഒരാളുകൾ വന്നിട്ട് നമ്മുടെ വെള്ളിയാഴ്ച പ്രാർത്ഥന ഇവരെല്ലാവരും പോയി എന്ന് ഉറപ്പ് പ്രാർത്ഥിച്ചിട്ടുള്ളത് നിങ്ങൾ ആദ്യം കാണാറ്. അപ്പോൾ നമ്മുടെ ചർച്ചകളിൽ സഹോദരി തിരിച്ചിട്ടാണ് വന്നത്. അപ്പം ഇവിടെ ആരെയും ഉണ്ടോ, എല്ലാവരും പോയോ എന്ന് വിളിച്ച് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഇവിടെ വന്നത്. പരസ്യമായിട്ട് വരാൻ കാരണം പള്ളി നഷ്ടമാണ്, പള്ളി ഇറങ്ങി പോകുന്നത്. യഥാർത്ഥ പള്ളി എന്താണ്, യഥാർത്ഥ ആരാധന എന്താണ്, യഥാർത്ഥ ആലയം എന്താണ്, അവർക്ക് ഇത് മനസ്സിലായില്ല. അവർ കണ്ണ് തുറക്കപ്പെട്ടിട്ടില്ല. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 10 പേരെ വിളിച്ചു പോകും. ഒരാളെ സൗഖ്യമായി, ഒരാളെ സൗഖ്യമായി ഉടനെ തിരിച്ചു വരിക, മറ്റൊരു കഴുകാൻ പോകുകയാണ്. ഒരു കണ്ണ് കഴുകാൻ പോകും. ഇന്നത്തെ പോയിട്ട് നിങ്ങൾ കണ്ണ് കഴുകി വിരോധിനെ നിങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് അവർ അങ്ങോട്ട് പോവുകയാണ്. പോകുന്ന യാത്രയിൽ ഒരു എല്ലാവരും സൗഖ്യമായതാണ് മനസ്സിലാക്കാൻ. പക്ഷെ അതിൽ ഒരാൾ തീരും.
തിരികെ വന്ന് അവൻ നമസ്കരിക്കുക. സാക്ഷാൽ പുരോഹിതനെ അവൻ കാണുക. പുരോഹിതനെ അതേ കാണുകയാണ്. ആരാണ് പുരോഹിതൻ? പുരോഹിതനെ നിങ്ങളെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ യാത്രയിൽ സൗഖ്യമായപ്പോൾ അവന്റെ ഉൾക്കാഴ്ച ഉൾക്കാഴ്ചയാണ് മഹാപുരോഹിതനായ യേശു. ഇവരെക്കാൾ വലിയ പുരോഹിതനാണ്. ആ തിരിച്ചറിവ് അവനെ മടക്കി നമുക്ക് നൽകുന്ന നല്ല ആത്മീയ ഗൈഡൻസ്, നല്ല ഉപദേശങ്ങൾ കൈക്കൊള്ളുവാൻ നമുക്ക് കഴിയുമാറാണ്. അനേകം രക്ഷിക്കപ്പെടും. നാം മാത്രം രക്ഷിക്കപ്പെടാൻ പോലെ അനേകം രക്ഷിക്കപ്പെടും. നാം മാത്രം സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിച്ച കർത്താവദാസൻ ഒടുവിലായ കർത്താവദാസൻ നോക്കിച്ചതുപോലെ നമ്മുടെ അടുത്തൊരു സ്ഥാപനം ഞാൻ കരയുകയാണ്. ഈ വൈകുന്നേരം ചില സമയത്ത് ഇറങ്ങി നിൽക്കാൻ പറ്റത്തില്ല. കോളേജിലൂടെ പോകാൻ പറ്റത്തില്ല. അത്രമാത്രം മറ്റ് നിലവിലുള്ള അല്ലെങ്കിൽ പദാർത്ഥങ്ങൾക്ക് അല്ലെങ്കിൽ കാമുകന്മാർ ലവ് മേഖലകളിൽ പലരും ചുമ്മാ വെറുതെ സമയം പറഞ്ഞ് കോളേജിൽ വ്യത്യസ്തമായ മേഖല. തീർച്ചയായും കഴിഞ്ഞ ദിവസം അവിടെ ജോലി ചെയ്യുന്ന പ്രാർത്ഥിക്കുന്നു. ദൈവം നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ചെറിയവരെല്ലാം നമ്മൾ കാണണം. ഈ കോളേജിനടുത്തൊരു സഭ ദൈവം തന്നിരിക്കുക. അവിടെ ഇവിടെ ഞങ്ങളുടെ സഹോദരങ്ങളിൽ ഒരു വാത്സല്യ താമസിക്കുന്നുണ്ട്. അവരൊക്കെ ഇവിടെ വരുന്നുണ്ട്. എങ്കിലും നമ്മളിതൊക്കെ പ്രാർത്ഥിക്കണം. ഹോസ്റ്റലിലൊക്കെ പാർക്കുന്ന വീടുകളിലൊക്കെ പാർക്കുന്നവരൊക്കെ ദൈവത്തെ കണ്ടെത്തുവാൻ നമുക്കറിയാം. നമ്മുടെ വിളിച്ചാക്കൊക്കെ ആ കൂട്ടത്തിലുള്ളവരാ. നമ്മുടെ വിദ്യുത്തൊക്കെ ആ കൂട്ടത്തിലുള്ള ഇവിടെ ഈ കോളേജിൽ പഠിച്ച പിള്ളേരെ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് മെമ്പേഴ്സായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്. ദൂരെ നിന്നാണ് അവർ ഇവിടെ ആരാധിക്കുന്നത്. ഇവിടുത്തെ വിശേഷ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളാണ്. ഈ സഭയാണ് അവിടെ പോയി സഹോദരൻ സഭയിലേക്ക് മോളെ നിമിത്തം വിശ്വാസം ചെയ്യുന്നവരുണ്ട്. ഞങ്ങള് ഇതെല്ലാം ചെയ്യുന്നവരേക്കാം. ഞങ്ങളോട് ഒന്നുകൂടെ ഓർമ്മിക്കുക. ആ കഴിഞ്ഞകാലങ്ങളിൽ നാം ചെയ്ത ശുശ്രൂഷകളൊന്നും മറന്നു പോകല്ലേ. നമുക്ക് ഉത്തരവാദിത്തം വേദന നമ്മൾ ഏറ്റെടുക്കണം. യേശു പ്രകൃതിയുടെ അധികാരം, രോഗങ്ങളുടെ അധികാരം, മരണത്തിന്റെ അധികാരം, യേശുവിന്റെ അധികാരം നമ്മുടെ മേൽ വിശ്വസിച്ച ഇത് ഞാൻ ചെയ്തത് അധികം നിങ്ങൾ ചെയ്യുമെന്നാണ് നമ്മെ അധികാരത്തോടെ അഭിഷേകത്തോടെ കർത്താവിന്റെ വേദത്തിൽ പ്രാർത്ഥന ആവശ്യമാണ്. സമർപ്പിച്ചതുപോലെ പത്രത്തിൽ ഒരുവൻ ചുറ്റിക്കൊടുക്കുന്ന ഒരുവൻ കാശിന് വേണ്ടി വെച്ചിരുന്ന നമുക്ക് ആരും തിരിച്ചറിയുന്ന പ്രത്യേകിച്ച് ഭാഷ സ്നേഹത്തോട് പറയാം. ആരാധിക്കുന്നത് യൂതന്മാർ. പക്ഷെ യൂതന്മാരുണ്ട് പ്രാർത്ഥിക്കണം. തള്ളിപ്പറഞ്ഞു. പക്ഷെ പത്രോസ് തിരിച്ച് വന്നു. തള്ളി പറയുന്നവരുണ്ട്. നമ്മൾ ക്ഷമിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ദൈവാത്മാവ് എന്നോട് ഓർമ്മിക്കുന്ന ഒരു കാര്യം എന്താണ്? നമ്മൾ പരസ്പരം ക്ഷമിക്കണം. നമ്മൾ പരസ്പരം കൊടുക്കണം. ഒരാളെ ഉപേക്ഷിക്കുന്നത് ശരിയല്ല. മടങ്ങി വന്നാൽ സ്വീകരിക്കണം. തീർച്ചയായും സ്വീകരിക്കണം. തെറ്റ് ബോധ്യമായ രണ്ട് കൈക്കൂട്ടി സ്വീകരിക്കണം. വെട്ടിപ്പിടിക്കണം. നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുക. നമുക്ക് വെറുക്കാൻ എടുക്കുക, ശിക്ഷിക്കാൻ എടുക്കുക. പക്ഷേ ഒരാളെ പറഞ്ഞിരിക്കാൻ എടുക്കുക. ഞാൻ ആരെയും പറഞ്ഞു കൊടുത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈ വാദം പുറപ്പെട്ടു കിടക്കുകയാണ്. അവരുടെ ആർക്കും വരാം. അവരുടെ ആർക്കും ദൈവത്തെ വിളിക്കാം. ആർക്കും ഉൾക്കൊള്ളാൻ നടത്താം. ഭാവിയായ സ്ത്രീ മാനസംഗപ്പെട്ടതുപോലെ അനേകർക്ക് പ്രാർത്ഥിക്കുന്ന സഹായിക്കട്ടെ. യായിറോസിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നു. ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തുന്ന നിന്റെ മകൻ മരിച്ചുപോയി, ഇനി എന്നെ വീട്ടിൽ കൊണ്ടിരുന്നത്. അപ്പോൾ സംഭവം അവൻ യായിറോസിന്റെ വിശ്വാസം, യായിറോസിനെ യേശു നോക്കി. യായിറോസിന് പറഞ്ഞു കൊച്ചു മരിച്ചു കിടക്കുക. അവിടെ പോയി ആരാണ് ഊറ്റുകാരോട് നിലവിളിയാണ്. അന്ന് ആ കാലത്ത് കരയാൻ ചെന്നെ വിളിക്കുമായിരുന്നു. ഇന്നത്തെ കാലം പോലെ റെക്കോർഡിംഗ് ആണ്. പാടാൻ പ്രാർത്ഥിക്കില്ല. അപ്പൊ അന്ന് അവിടെ യേശു പുറത്തിറക്കി ഇറങ്ങാറുണ്ട്. അപ്പോസും യോഹന്നാനും യേശു നിന്നിട്ട് ഉണ്ടായിരുന്നു. കൂട്ടി അവളെ എഴുന്നേൽപ്പിച്ചു. മരണത്തിന് മേൽ അധികാരമുണ്ട്. എന്താ സംഭവിച്ചത്? ഞാൻ പള്ളി പ്രമാണിയാ. ആരെങ്കിലും എന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കുന്നു പറഞ്ഞാൽ കൊച്ചു പോകും. തിരിച്ചറിഞ്ഞു
വിലയുള്ളത് അപ്പൊ ഞാൻ ചെയ്യുക നമ്മൾ ആരെ രക്ഷിക്കേണ്ട കാര്യമില്ല, ആരെ നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ രക്ഷ, നമ്മുടെ നിത്യത നാം തള്ളിക്കളയാതെ അധികം കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മളെ ഭയപ്പെടേണ്ട. 365 പ്രാവശ്യം ഭയപ്പെടേണ്ടെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളോട് കൂടെ വലിയവരുണ്ട്. ഓരോ ദിവസം 365 പ്രാവശ്യം ഭയപ്പെടേണ്ടെന്നാണ്. ഞാൻ എല്ലാം കണ്ടുപിടിച്ചിട്ടില്ല, കുറച്ച് കണ്ടുപിടിച്ചിട്ടില്ല. എല്ലാ ദിവസവും ഉണ്ട്. ഭയപ്പെടേണ്ട. ഭയത്തെ പുറത്താക്കുന്ന, വീഴ്ചത്തെ പുറത്താക്കുന്ന അപ്പാപിതാവിനെ വിളിക്കുന്ന സ്വപുത്രത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അജിതപ്പെടേണ്ട, ഭീരുക്കളാകേണ്ട. പരിശുദ്ധ ശക്തി പ്രാപിച്ചവർ, പരിശുദ്ധാത്മാവിന്റെ ബലം പ്രാപിച്ച നാം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ എല്ലാ പ്രതികൂലങ്ങളും മാറി ദൈവിക പ്രവൃത്തി കാണുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. കർത്താവിന്റെ ദാസന്മാരിൽ കൂടെ വിലപ്പെട്ട ആലോചനകൾ നൽകുവാനായി ലേഖനിക്കുന്നത് 2 കാര്യം സ്വീകരിക്കുവാൻ നമുക്ക് കഴിയുമാറാകട്ടെ. പ്രാർത്ഥനയിൽ തിരിക്കണം, പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയാണ് നമ്മുടെ വിജയം. പ്രാർത്ഥിക്കുന്ന സമൂഹം വീട്ടുകാർ എഴുതപ്പെട്ടെ, അവരുടെ ചുറ്റുപാട് എഴുതപ്പെട്ടെ, നമ്മുടെ വീട്ടിനകത്ത് പ്രാർത്ഥിക്കുന്ന 10 എഴുതപ്പെട്ടെ, 10 മതി എഴുതപ്പെട്ടെ, വിശ്വാസം തീഷ്ണത വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നമ്മെ ദൈവം സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഇത്രത്തോളം സമയം പാടുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം നമ്മെ സഹായിച്ചു. ദൈവവചനം കർത്താവ് ധാരാളം സഹായിക്കുമാറാകട്ടെ. ശുശ്രൂഷകളെ ഓർമ്മ സ്തോത്രം ചെയ്യാം. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സൺഡേ സ്കൂൾ താല്പര്യമായിട്ടുള്ള പ്രാക്ടീസ് തുടർന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചില പാഠപദ്ധതികൾ തീർക്കുവാനുള്ള ആ കാര്യങ്ങൾ കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ടല്ലോ. അധ്യാപകരും താമസിയാതെ വരുമെന്ന് ഞാൻ ശരീരയാണ് പാടുകളുടെ നടുവിലൊക്കെ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് കൊടുക്കുവാനുള്ള നല്ല